ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവിടെ ഒന്ന് പഠിച്ച് പാസ്സാവാന്ന് വെച്ചാൽ. പ്രത്യേകിച്ച് എന്നെപ്പോലൊരു കൊച്ചിന് സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയുമായിരുന്നു, നീ ഒരു ഫെയിലിയറാണ്, നീ പാസ്സാവത്തില്ല. സ്കൂള് എന്നെ 5ാം ക്ലാസ് മുതലേ ടീച്ചേഴ്സ് പറയും, നീയൊക്കെ എന്തിനാടി സ്കൂളിൽ വരുന്നത്. ഞാൻ ജനിച്ച് വളർന്നതെല്ലാം പുറത്തായിരുന്നു, റാസൽ കേമ എന്ന് പറയും. അവിടെ ഒരു സ്കൂളിൽ ഞാൻ 12th വരെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് പറയും, നീ എന്തിനാ വരുന്നത്, നീ നിൻ്റെ പപ്പയോട് പറ, നീ വെളി ജോലിക്ക് പോ. അങ്ങനെ എന്നെ ഒരിക്കലും പാസ്സാക്കത്തില്ല. 100ൽ 2, 3, 23, 20 ഇതൊക്കെയായിരുന്നു എൻ്റെ മാർക്ക്. എൻ്റെ പേര് ഡാലിയ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ആദ്യമായി ഞാൻ എൻ്റെ ഈശോപ്പയ്ക്കും മാതാവിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടി നന്ദി. ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് വഴിയാണ്. എനിക്ക് കേരളത്തിൽ തന്നെ ഒരു സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനൊരു ഫാർമസിസ്റ്റാണ്. അപ്പം കൊല്ലത്തുള്ള ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എല്ലാ വർഷവും ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ 2014 മുതൽ ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടത്തില്ല. കാരണം അവിടെ കുറേ ഹോൾഡൊക്കെ വേണം അവിടെ ജോലി കിട്ടണമെങ്കിൽ. അപ്പം 2018 ഓഗസ്റ്റിൽ ഈ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഇൻ്റർവ്യൂ നടന്നായിരുന്നു. അപ്പം ഒരു ഫാർമസിസ്റ്റ് വേക്കൻസി പൊസിഷനായിരുന്നു ഓപ്പണായിട്ടുള്ളത്. അപ്പോൾ ആ ഒരാൾക്ക് വേണ്ടി 500 കാൻഡിഡേറ്റ്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഒരു സെപ്റ്റംബറൊക്കെ ആയപ്പോൾ ഞാൻ അറിഞ്ഞു ഓൾറെഡി ആളെ എടുത്തു, ക്ലോസ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ അതേ വർഷം തന്നെ നവംബറിലായപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് എന്നോട് പറയുന്നത്, ഡാലിയ ഇങ്ങനെ ഒരു കൃപാസന മാതാവിൻ്റെ അടുത്ത് നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്, അപ്പോൾ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചിലപ്പോൾ നിനക്ക് കിട്ടിയാലോ. അപ്പം ഞാൻ പറയുന്നത്, ചേച്ചി അത് ഓൾറെഡി ക്ലോസ് ആയി, ഇനിയിപ്പോൾ എങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, അപ്പം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വിചാരിക്കുന്നു എന്നാൽ ശരി പോയിക്കളയാമെന്ന് വിചാരിച്ചു. 2019 പുതിയ വർഷം ജാനുവരി ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ജാനുവരി 2-ാം തീയതി ഞാൻ ഇങ്ങ് വരുന്നു, കൃപാസന ഉടമ്പടി എടുക്കുന്നു. 2-ാം തീയതി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 10-ാം തീയതി ആയപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വരുന്നു, ഒരു പൊസിഷനും കൂടെ ഓപ്പണാണ്, നിങ്ങൾ അവൈലബിൾ ആണോ അതോ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറിയോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ അവൈലബിൾ ആണ്. അപ്പോൾ അവർ പറയാം, എന്നാൽ പിന്നെ 14-ാം തീയതി കയറുന്നോ എന്ന്. ഞാൻ പറഞ്ഞു, കയറുന്നു. അങ്ങനെ ഉടനെ തന്നെ ആ 14-ാം തീയതി തന്നെ ഞാൻ ആ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജോലി കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ജോലി എനിക്ക് കിട്ടിയപ്പം ഞാൻ ഭയങ്കരമായിട്ട് കംഫർട്ടബിളായി. എല്ലാ രീതിയിലും എനിക്ക് ഓക്കെ ആയിരുന്നു ആ ജോബ്. പക്ഷേ എനിക്ക് പുറത്ത് പോകണമെന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ അതങ്ങ് മൂടി വെച്ചു. കാരണം ഇത് നല്ല ജോബാണല്ലോ, പിന്നെ ഇനി എന്തിനാ പുറത്ത് പോകുന്നേ. പക്ഷേ ഈ ജോബിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു നവംബറൊക്കെ ആയപ്പം, അതേ വർഷം 2019 നവംബറൊക്കെ ആയപ്പം എനിക്ക് ആ ഹോസ്പിറ്റൽ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് വിചാരിക്കും, അയ്യോ എനിക്ക് ഉടമ്പടി എടുത്ത് കിട്ടിയ ഒരു ജോലിയാണല്ലോ, ഒരു ഇഷ്യൂ വന്ന് അതെൻ്റെ കയ്യിൽ നിന്നും പോയി, അതെന്തായിരിക്കും. പക്ഷേ നവംബറിൽ ജോലി പോകുന്നു. ഡിസംബർ 2019 കോവിഡ് അനൗൺസ് ചെയ്യുന്നു. 2020 അപ്പോൾ ലോക്ക്ഡൗൺ, ജോലിയില്ല, ഒന്നുമില്ല, സുഖമായി. അപ്പം ജാനുവരി 2020 മുതൽ ഞാൻ പിന്നെ തീരുമാനിക്കുന്നു, എന്നാൽ പിന്നെ ഞാൻ ഫോറിനിൽ പോകണമെന്നുള്ള പണ്ടൊരാഗ്രഹം ഉണ്ടായിരുന്നല്ലോ, എന്നാൽ ശരി അപ്ലൈ ചെയ്തേക്കാമെന്നും പറഞ്ഞ് ഓരോ ഏജൻസി വഴി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പിന്നെ അതുമല്ല, പുറത്തൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ ഒരുപാട് ഫീസൊക്കെ വേണം, ലക്ഷങ്ങൾ വേണം ഫീസ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ എൻ്റെ പപ്പയോട് ഞാൻ ചോദിക്കുന്നു. പപ്പ പറയുന്നു, മോളെ നമുക്കൊരു പ്രോപ്പർട്ടി വിൽക്കാം എന്ന് പപ്പ പറയുന്നു. പക്ഷേ ആ സമയത്ത് കോവിഡ് സമയത്ത് ഇങ്ങനെ പ്രോപ്പർട്ടി വിൽക്കുക, ലോക്ക്ഡൗൺ സമയത്ത് പ്രോപ്പർട്ടി വിൽക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അങ്ങനെ ആളെ കിട്ടത്തില്ല. പക്ഷേ പപ്പ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ സമയം ആളെ ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പം പപ്പ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി, ആ ഉടമ്പടിയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ആ ലാൻഡിൽ മൊത്തം വിതറി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ആളെ കിട്ടി. നമ്മൾ പറയുന്നതിനെക്കാട്ടിലും വിലയ്ക്ക് ആ പ്രോപ്പർട്ടി വിറ്റുപോയി.
ആ പൈസ വെച്ചാണ് എനിക്ക് UK സ്റ്റുഡൻറ്റ് വിസ കിട്ടി. ഞാൻ UK പോയി. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. UK പോയി, സ്റ്റുഡൻറ്റ് വിസ കിട്ടി സെപ്റ്റംബർ 2021. അവിടെ UK എത്തിയപ്പോൾ അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവിടെ ഒന്ന് പഠിച്ച് പാസ്സാവാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എന്നെപ്പോലൊരു കൊച്ചിന് സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയുമായിരുന്നു, നീ ഒരു ഫെയിലിയറാണ്, നീ പാസ്സാവത്തില്ല. സ്കൂള് എന്നെ 5ാം ക്ലാസ് മുതലേ ടീച്ചേഴ്സ് പറയും, നീയൊക്കെ എന്തിനാടി സ്കൂളിൽ വരുന്നത്. ഞാൻ ജനിച്ച് വളർന്നതെല്ലാം പുറത്തായിരുന്നു. റാസൽ കേമ എന്ന് പറയും. അവിടെ ഒരു സ്കൂളിൽ ഞാൻ 12th വരെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് പറയും, നീ എന്തിനാ വരുന്നത്, നീ നിൻ്റെ പപ്പയോട് പറ, നീ വെളി ജോലിക്ക് പോ. അങ്ങനെ എന്നെ ഒരിക്കലും പാസ്സാക്കത്തില്ല. 100ൽ 2, 3, 23, 20 ഇതൊക്കെയായിരുന്നു എൻ്റെ മാർക്ക്. പ്രിൻസിപ്പൽ റൂമിൽ കയറി ഇറങ്ങി പപ്പയും മമ്മിയും എപ്പോഴും പ്രിൻസിപ്പൽ റൂമിൽ കയറി ഇറങ്ങും, ഞാനിങ്ങനെ ഫെയിലാവുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് അങ്ങനെ ശീലിച്ചതാണ്, ഞാൻ എത്ര പഠിച്ചാലും പാസ്സാകാൻ പോകുന്നില്ല. ഞാനാണ് MSc UK പോയത്. അവിടെ പോയപ്പം സാധാരണ രീതി നമ്മൾ നാട്ടിലെ രീതിയായാലും വെളിയിലുള്ള രീതിയായാലും പഠിക്കുന്ന കാര്യമൊക്കെ സ്പൂൺ ഫീഡിങ്ങാണ്. ടീച്ചേഴ്സ് നോട്ട്സ് തരും, നമുക്ക് പഠിക്കാൻ പറ്റും. ആ സമയത്ത് വെളിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പഠിക്കണം. നമ്മൾ തന്നെ ലൈബ്രറിയിൽ പോയി തന്നെ ബുക്കൊക്കെ വായിച്ച്, എനിക്കാണെങ്കിൽ വായന എൻ്റെ സൈഡിൽ കൂടെ പോകാത്ത സംഭവമാണ്. പക്ഷേ എനിക്ക് വായിക്കണം എന്ന് എനിക്ക് സ്വന്തമായിട്ട് ആ സമയത്തൊക്കെ കുറേ ഗിവപ്പ് ചെയ്യായിരുന്നു. അയ്യോ ദൈവമേ, ഞാൻ എങ്ങനെ ഇത് പാസ്സാവും. 50 മാർക്കൊക്കെയാണ് പാസ് മാർക്ക് UK. അത് എനിക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഈ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന രാവിലെ ഒരു പ്രാവശ്യമാണ് ചൊല്ലേണ്ടെങ്കിലും ഞാൻ പഠിക്കുന്നതിന് പകരം പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഓരോ ബുക്ക് പേജസ് തിരിക്കുമ്പോൾ എനിക്ക് വായിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ആയിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വായിക്കുന്നത് ഒന്നും എൻ്റെ തലയിൽ കയറുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ റിപ്പോർട്ട് സബ്മിഷൻ, അസൈൻമെൻറ്റ് എന്നും പറഞ്ഞ് കുറേ ഉണ്ട്. അതിനെല്ലാത്തിനും അബവ് 70 ഒക്കെ മാർക്ക് കിട്ടിയാലേ ഓവറോൾ മാർക്ക് അറ്റ്ലീസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ലെവൽ എത്തത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. അവസാനം MSc മാർക്ക് ഓവറോൾ പ്രൊജക്റ്റ് എല്ലാം സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയത് 86% ഡിസ്റ്റിങ്ഷനും എല്ലാം മാത്സ് ആയാലും എല്ലാ സബ്ജക്റ്റ് 90 അബവ് മാർക്കോടെയാണ് ഞാൻ പാസ്സായത്. അതുമല്ല സ്കൂളിലായാലും BSc പഠിക്കുന്ന സമയത്തൊക്കെ 100ൽ എനിക്ക് 20 ഒക്കെ ആണല്ലോ പറഞ്ഞല്ലോ കിട്ടിക്കൊണ്ടിരുന്നത്. ഈ 40 പിള്ളേരിൽ 10 പേര് ഫെയിലാണെങ്കിൽ ആ 10 പേരിൽ ഒരാൾ ഞാനായിരിക്കും, ഉറപ്പാണ്. അപ്പം എനിക്ക് ഈ MSc റിസൾട്ട് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട് 50 പിള്ളേരിൽ 8 പേരെ പാസ്സായുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഉറപ്പിച്ചു, എന്നാൽ പിന്നെ ബാക്കി ഉള്ളത് ഞാനായിരിക്കും ഫെയിലായത്. പക്ഷേ ആ 8 പേരിൽ 4ാമത്തെ ആളായിരുന്നു ഞാൻ പാസ്സായത് വിത്ത് ഹൈ മാർക്സോടെ. അതും അടുത്ത സാക്ഷ്യമായിരുന്നു. പിന്നെ ഉള്ളത് MSc കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ജോബാണ്. നമ്മൾ പഠിച്ചൊരു ജോബ് നമുക്ക് UK വെളിയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല, കുറേ ഡ്രാഗൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ ഓൾറെഡി ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെനിക്ക് വർക്ക് പെർമിറ്റ് തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് രീതിയിൽ കംഫർട്ടബിളായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കും, മോളെ നീ പഠിച്ച ജോബ് അപ്ലൈ ചെയ്യും, നീ ഈ ജോബിന് വേണ്ടിയാണ് വന്നത്. അപ്പം ഞാൻ പറയാം, ശരി അപ്ലൈ ചെയ്യുന്നില്ലേ, ഒരു വർക്ക് പെർമിറ്റ് തരുമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഒരു ദിവസം ഞാൻ സിംഗിൾ മദർ ആയതുകൊണ്ട് എന്നെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. ഒരു ദിവസം പപ്പയും മമ്മയും വരുക. അവർ വന്ന് കൊച്ചിനെ നോക്കാമെന്നുള്ള രീതി വന്നു കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരിക്കലും ഷട്ട് ഡൗൺ ആവാത്തൊരു സ്ഥാപനമാണത്. കോവിഡ് സമയത്ത് പോലും ഷട്ട് ഡൗൺ ആവാത്തൊരു സ്ഥാപനം പെട്ടെന്ന് തീരുമാനിക്കുന്നു അവർ ഷട്ട് ഡൗൺ ചെയ്യണമെന്ന്. ഓഗസ്റ്റ് 7 അവർ തീരുമാനിക്കുന്നു, അനൗൺസ് ചെയ്യുന്നു, ഈ ഒരു സ്ഥാപനം ഷട്ട് ഡൗൺ ചെയ്യുന്നു ഡ്യൂ ടു ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന്. അപ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം ആ സ്ഥാപനത്തിൽ ഒരുപാട് സ്റ്റാഫ്, വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. അവരെല്ലാവരും അങ്ങ് ഷോക്കായിപ്പോയി. എന്തുകൊണ്ട് ഒരിക്കലും അടച്ചു പൂട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥാപനമായിരുന്നു. എന്തോ എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഫീൽ ചെയ്ത് കാണും, ഞാനത് കംഫർട്ടബിളായി, ഞാൻ ഈ സബ്ജക്റ്റ് ബേസ്ഡ് ജോബിലോട്ട് പോകാനൊന്നും ഒരു ഇതില്ലാന്ന് ദൈവത്തിന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും ആ സ്ഥാപനം പൂട്ടിപ്പോയത്. അപ്പോഴത്തേക്കും പപ്പയും മമ്മയും പറയുന്നത്, എന്നാൽ തിരിച്ചു ആ പൈസയില്ല, എന്നാൽ ജോലിയില്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി പപ്പ, നമുക്ക് കിട്ടും. ആ സമയത്ത് ഞാൻ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു.
ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. ആ റിക്വസ്റ്റ് ഞാൻ ഇട്ട് ഓഗസ്റ്റ് 7 2023 ഇടുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മേ എനിക്ക് ഈ മാസം 21 എനിക്ക് ഞാൻ ജോലി കയറണം. ഞാൻ പഠിച്ച സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ഞാൻ കയറിയിരിക്കണം, അല്ലാതെ എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഓഗസ്റ്റ് 7 എനിക്ക് പഴയ സ്ഥാപനം ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഞാൻ ജോലിയില്ലാണ്ടിരിക്കുന്നു. ഓഗസ്റ്റ് 10 ഒരു സ്ഥാപനം, ഒരു കെമിക്കൽ കമ്പനി എന്നെ ഫോൺ ചെയ്ത് പറയുന്നു ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. ഇൻ്റർവ്യൂ അറ്റൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓഗസ്റ്റ് 21 ആയപ്പം ഓഗസ്റ്റ് 17 അവരെന്നെ വിളിച്ച് പറയുന്നു എനിക്ക് ആ ജോബ് ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഞാൻ 21 ഞാൻ ഏത് ഡേറ്റാണോ പറഞ്ഞ് 21 ഞാൻ ജോലി കയറി കഴിഞ്ഞു. 21 ജോലി കയറുന്നതിനും പോരാഞ്ഞിട്ട് ഈ പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സൈറ്റിൽ പോയി ജോലി ചെയ്യണം. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു സിംഗിൾ മദറാണ്, എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല, കുഞ്ഞിനെ സ്കൂളിൽ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, എനിക്ക് ജോബ് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം മാനേജർ എനിക്ക് വേണ്ടി മാനേജ്മെൻറ്റോട് സംസാരിച്ച് ആ ജോബ് എനിക്ക് സൈറ്റിൽ വരണ്ട, ആദ്യത്തെ 2 ആഴ്ച വന്നിട്ട് നീ വർക്ക് ഫ്രം ഹോം ചെയ്തോ, നീ നിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ജോലി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 4 മാസം 4 മാസത്തെ കോൺട്രാക്റ്റായിരുന്നു ആ ജോബ്. സാധാരണ UK 4 മാസത്തെ കോൺട്രാക്റ്റ് ജോബ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നമ്മളോട് പറയാൻ പറ്റും, ആ ശരി നിൻ്റെ സർവീസ് മതി പൊക്കോ എന്ന് പറയും. അങ്ങനെയാണ് എൻ്റെ CEO പറഞ്ഞിരുന്നത്. അപ്പോൾ CEO പറഞ്ഞു, നിൻ്റെ മാനേജർ നിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നോക്കാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിൻ്റെ കോൺട്രാക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു, ആ ശരി കുഴപ്പമില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, മാതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ സൈഡിൽ നിൽപ്പുണ്ടെന്ന്. അപ്പോൾ എൻ്റെ മാനേജർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ട്രിക്റ്റായിട്ടൊരാളാണ്. അങ്ങനെ ആർക്കും അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പല്ല, ഭയങ്കര തൊടുന്ന പിടിക്കുന്നതൊക്കെ ദേഷ്യമാണ്. പക്ഷെ 1 മാസം കഴിഞ്ഞ് ഞാൻ ജോലി കയറി 1 മാസം കഴിഞ്ഞ് എൻ്റെ മാനേജർ എന്നോട് പറയാം, ഡാലിയ നിനക്ക് വേണ്ടി ഞാൻ മാനേജ്മെൻറ്റിനോട് പറയും എനിക്ക് വർക്ക് പെർമിറ്റ് നിനക്ക് ഞാൻ തന്നിരിക്കുമെന്ന്. അങ്ങനെ അവർ മാനേജ്മെൻറ്റിനോട് പറയുന്നു, CEOയോട് പോയി പറയുന്നു ഡാലിക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കാൻ. CEO പറയുന്നു, അതെങ്ങനെ ശരിയാവും, ഒരാൾ കയറി കഴിഞ്ഞ് 1 മാസം പോലും ആയില്ല, ഇതിനൊക്കെ ഒരു രീതിയില്ലേ, 1 വർഷം കഴിഞ്ഞിട്ടല്ലേ വർക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മാനേജർ പറഞ്ഞു, ഇല്ല ആ കൊച്ച് നല്ലത്, ആ കൊച്ച് പിടിച്ച് നിർത്ത്, ഒരു രക്ഷയില്ല. 4 മാസം ഞാൻ ജോലി ചെയ്തു. 5-ാം മാസമായപ്പോൾ അവരെന്നെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു 8 മാസത്തേക്ക്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വർഷം ജാനുവരി ആയപ്പോൾ 5 മാസമായി ഞാൻ ജോലി കയറിയിട്ട്. ആ മാസം എൻ്റെ മാനേജർ എന്നെ വിളിച്ചു പറയുന്നു, ഡാലിയ വേറൊരു ഓഫറുണ്ട്, ഞാൻ നിനക്ക് 2 ഓപ്ഷൻ തരാം, ഒന്നെങ്കിൽ നീ വർക്ക് പെർമിറ്റ് എടുത്ത് നീ UK പിടിച്ച് നിൽക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സിംഗപ്പൂരിലോട്ട് പോയിട്ട് പ്രൊമോഷനോടെ നിനക്ക് പോകാമെന്ന്. UK നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ 1 വർഷം പിടിക്കണം, പിന്നെ ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ 3 വർഷമെങ്കിലും ജോലി ചെയ്യണം, പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അതും 3-4 വർഷം കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. എനിക്ക് 5-ാം മാസത്തിൽ അവരെന്നെ വിളിച്ചു പറയുന്നു, ഡാലിയ സിംഗപ്പൂരിൽ ഈ ഓഫർ വിത്ത് പ്രൊമോഷൻ ട്രാൻസ്ഫർ ചെയ്യുക, നിനക്ക് എല്ലാ ബെനിഫിറ്റ്സ് കാണും, നിനക്ക് നിൻ്റെ കൊച്ചിൻ്റെ കൂടെ സിംഗപ്പൂരിലോട്ട് പോകാം, എല്ലാ ബെനിഫിറ്റ്സും നിനക്ക് തരുന്നതായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ആ സിംഗപ്പൂർ ഓഫർ ഞാൻ അപ്രൂവ് ചെയ്യുന്നു. ഞാൻ ജൂൺ 31 സിംഗപ്പൂരിലോട്ട് പോവുകയാണ്. ജൂൺ 3 ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുവാണ്. എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഫെബ്രുവരി 14 ഒരു അസുഖം വന്നായിരുന്നു, ന്യൂമോണിയ. അത് വന്നത് UK ക്ലൈമറ്റ് അനുസരിച്ച് ഞാൻ താമസിച്ച വീട്ടിൽ ഹീറ്ററൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ തണുപ്പ് കാലത്ത് എനിക്ക് ഒട്ടും പറ്റത്തില്ല, അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതൊക്കെ ആയപ്പം ആ വീട്ടിനകത്ത് മോൾഡ് ഉണ്ടായി. ആ മോൾഡ് കാരണം എനിക്ക് ലങ്സ് ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് ഭയങ്കര പനിയായി. 5 ആഴ്ചയായിരുന്നു എൻ്റെ പനി. അപ്പം ഞാൻ സമയത്ത് മാതാവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ഈശോയെ അമ്മേ എനിക്ക് അസുഖം വന്നാലും കുഴപ്പമില്ല, എൻ്റെ കൊച്ചിന് വരരുത്, കാരണം കൊച്ചിന് വരുമ്പോഴാണ് ഞാൻ തളർന്നു വന്നത്, ഞാൻ പിന്നെ എങ്ങനെ പിടിച്ച് നിൽക്കും. പക്ഷേ 5 ആഴ്ചയും ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി ഇറങ്ങുന്നുണ്ട്, ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഡാലിയ ഇത് വേറെ എന്തോ പ്രശ്നം. ഞാൻ 5 ടൈപ്പ് ആൻറ്റിബയോട്ടിക് കഴിച്ച് സുഖമായില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോവാം, എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഡോക്ടേഴ്സ് തരുന്ന ആൻറ്റിബയോട്ടിക് ശരിയാവുന്നില്ല. ഇവർ ആൻറ്റിബയോട്ടിക്കൊക്കെ ഞാൻ നിർത്തിയിട്ട് പിന്നെ 6-ാം ആഴ്ചയും വീണ്ടും ആൻറ്റിബയോട്ടിക് അവർ തന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പും തേനും എല്ലാം
എൻ്റെ ടോൺസിലൈറ്റിസിൻ്റെ അവിടെ തേച്ചു. കാരണം ഇവർ ടോൺസിലക്ടമി ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എൻ്റെ സൗണ്ടൊന്നും വെളി വരുന്നില്ല. ടോൺസിൽസ് എല്ലാം കൂടെ കൂട്ടിമുട്ടിയിട്ട് എൻ്റെ സൗണ്ട് വെളി വരാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടറാണ് ഇത് ഭയങ്കര സിവിയർ, ഇത് എന്താണ് കേസ്. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റും ചെസ്റ്റ് എക്സ്റേ എന്നൊക്കെ പറഞ്ഞാൽ 1 മാസം 2 മാസം മുന്നേ ബുക്ക് ചെയ്താലേ നമുക്ക് ആ ഡേറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഡേറ്റ് പോലും കിട്ടാൻ പാടാണ്. അപ്പോൾ അവിടെ ഒരു ഹിന്ദി ഡോക്ടർ എന്നോട് പറയുക, ഡാലി അത്ര ലേറ്റാവാൻ സമയമില്ല, നമുക്ക് ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്യണം, നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ പോന്നു, എക്സ്റേയും ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി റൈറ്റ് ലങ് മൊത്തം ഇൻഫെക്റ്റഡ് ആണ്, ന്യൂമോണിയയായി. അവർ തന്ന ആൻറ്റിബയോട്ടിക് തന്നവർ, പക്ഷെ ഞാൻ കഴിച്ചെങ്കിലും അത് എനിക്ക് ഇതായില്ല, പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പനി വന്നു. ഞാൻ പോയില്ല ഹോസ്പിറ്റലിൽ. പനി വന്നത് ഞാൻ എന്ത് ചെയ്തു, ഈ കൃപാസന ഉപ്പും തേനും എല്ലാം ഞാൻ കഴിക്കുമായിരുന്നു. കൃപാസനത്തിൻ്റെ ഉപ്പ് ഞാൻ ടോൺസിൽ അവിടെ അമ്മക്കി പിടിച്ച് തേക്കുമായിരുന്നു. തേച്ച് ഇവിടെ കഴിക്കുന്ന ഫുഡിലായാലും ഗാർഗിൾ ചെയ്യുന്നതിലായാലും എല്ലാം ഞാൻ ഉപ്പും തേനും തൈലമൊക്കെ വരട്ടി തൈലമൊക്കെ തേക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഈ പറയുന്ന ടോൺസിലും എല്ലാം പോയി, എല്ലാം കാണാനില്ല. അവസാനം ഞാൻ നാട്ടിൽ എത്തി ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ എക്സ്റേ എല്ലാം ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. ഡോക്ടർമാർ ചോദിക്കുക എവിടെയാണ് ഇൻഫെക്ഷൻ, ഞാനൊന്നും കാണുന്നില്ല. എവിടെ ടോൺസിലൈറ്റിസ്, ഞാനൊന്നും കാണുന്നില്ല. നിങ്ങളവിടെ UK ഡോക്ടേഴ്സ് തെറ്റ് ചെയ്തായിരിക്കും, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നവും കാണുന്നില്ല, നിങ്ങൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ്. അങ്ങനെ എൻ്റെ ആ ന്യൂമോണിയ അസുഖവും സൗഖ്യപ്പെട്ടു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു. പ്രത്യേകിച്ച് ഡിമെൻഷ്യ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഹാൻഡിൽ ചെയ്യിച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവരുടെ അടുത്ത് ചെല്ലാനൊക്കെ. പിന്നെ ഞാൻ അവരുടെ റൂമിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി ആ റൂമിൽ കയറും. കാരണം ഈ ഡിമെൻഷ്യ ആയിട്ടവരൊക്കെ നമ്മൾ ഇടിക്കുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ദൈവമേ, എനിക്ക് ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയായിരിക്കും ഓരോ റൂമിലും കയറുന്നത്. റൂമിൽ കയറി കഴിയുമ്പം അവിടെ പൊതുവായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറച്ച് അപ്പൂപ്പന്മാർ കാണും, അല്ലെങ്കിൽ അമ്മൂമ്മമാർ കാണും, ഇച്ചിരി ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടുത്തായിരിക്കും ഞാൻ ആദ്യം പോകുമ്പോൾ ഞാൻ അവരെ തലയെ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, അമ്മേ എനിക്ക് പറഞ്ഞു തരണേ എങ്ങനെയാണ് ഈ അപ്പച്ചനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എനിക്ക് പേടിയാവുന്നു. അപ്പച്ചനായാലും അമ്മച്ചായാലും അവർ എൻ്റെ അടുത്ത് അഗ്രസീവ് ആവത്തില്ല. ഞാൻ അവരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും, കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പം അവരെന്നോട് പറയും, യുവർ ഫാദർ ആൻഡ് മദർ ഈസ് എ ലക്കി ഫെലോ എന്ന്. അപ്പോൾ അവരെന്നെ കാണുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷം. അവരെന്നെ തേടി വരും. ഞാനുണ്ടെങ്കിലേ അവർ കുളിക്കൂ. ഡാലി ഉണ്ടെങ്കിലേ അവർ കുളിക്കൂ. വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ കുളിക്കില്ല, എനിക്ക് ഡാലി വന്നാലേ കുളിക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ വാശി വരുന്ന രീതിയിലായി. പിന്നെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഒരുപാട് ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ പറയും, കൃപാസനത്തെക്കുറിച്ച് പറയുമായിരുന്നു. എനിക്ക് വന്ന അനുഭവങ്ങളെല്ലാം ഞാൻ പറയുമായിരുന്നു. സാക്ഷ്യങ്ങളെ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ പള്ളിയിലൊക്കെ കുറച്ചുകൂടി മോർ ദാൻ ബിഫോർ ഇപ്പം ഞാൻ പള്ളിയിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. അതുമല്ല UK പള്ളിയിൽ ഞാൻ ഇത്രയും നാൾ വരെ ഞാൻ യൂക്കാരിസ്റ്റിക് മിനിസ്റ്ററായിട്ട് കയറി യൂക്കാരിസ്റ്റിക് മിനിസ്റ്ററിൻ്റെ സർവീസൊക്കെ ചെയ്യുമായിരുന്നു. വിശുദ്ധ